നമസ്കാരം. എല്ലാവരും കാത്തിരുന്ന +1 അലോട്ട്മെന്റ് നേരത്തെ എത്തി. 15-ാം തീയതി മുതലാണ് അഡ്മിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 15, 16, 17 തീയതികളിലായിട്ടാണ് പ്രവേശനം നടത്തുന്നത്. അതിന് ഒരു ദിവസം മുന്നേ തന്നെ കുട്ടികളെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള +1 അലോട്ട്മെന്റ് വന്നു. ആ +1 അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്, വിശദാംശങ്ങളാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ ആ +1 അലോട്ട്മെന്റ് ലെറ്ററിലേക്ക് എത്തുന്നത്, ആ ലെറ്റർ പ്രിന്റ് ഔട്ട് എടുക്കുന്നത് ഏതൊക്കെയാണ്, അത് പേജ് വാർ നമ്മൾ ലൈവായിട്ട് വീഡിയോ എടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിക്കുകയാണ്. ആ, അത് അത് കൂടാതെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അത് അവസാനത്തെ ഘട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് കേൾക്കുക. ഇത് മുഴുവൻ കുറഞ്ഞ സമയം കൊണ്ട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കും. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയവർ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ അലോട്ട്മെന്റ് ലെറ്റർ നമുക്ക് ആവശ്യമാണ്. അത് HS കയറുന്നു. HS 2026, അതായത് +1 ഏകജാലക സൈറ്റില് HS 2026 നമ്മൾ കടന്നു. ആ കടന്ന് നമ്മൾ ഇങ്ങനെ ഒരു പേജിലാണ് എത്തുന്നത്. അത് നമുക്ക് അറിയുന്ന, നിരവധി തവണ നമ്മൾ എടുത്ത് ചെയ്ത ഒരു പേജാണ്. ഈ പേജിൽ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ യൂസർ നെയിം, അതായത് ഇതാ നോക്കുക, പേജിൽ അപ്ലിക്കേഷൻ നമ്പർ ആണ് നമ്മൾ യൂസർ നെയിമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. അതിനും ശേഷം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം അപ്ലിക്കേഷൻ നമ്പർ, രണ്ടാമത് പാസ്വേഡ് കൊടുത്തു, പിന്നെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തു. അങ്ങനെ ഡിസ്ട്രിക്റ്റും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ കൊടുക്കുന്നു. അങ്ങനെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തും. അടുത്ത പേജിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ വെൽക്കം, നമ്മുടെ പേര്, ഞാൻ പേര് പുറത്തേക്ക് പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അത് മായ്ച്ചിരിക്കുകയാണ്. പേജും വെൽക്കം, ഇന്നയാളുടെ പേരുണ്ടാവും. അപ്ലിക്കേഷൻ നമ്പർ, ആ കുട്ടിയുടെ അപ്ലിക്കേഷൻ നമ്പറും ഉണ്ടാവും. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് വന്നിരിക്കുന്നു. യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ഫോർ യുവർ ഓപ്ഷൻ നമ്പർ 1. ഓപ്ഷൻ നമ്പർ 1ലാണ് ഈ കുട്ടിക്ക് പിന്നെ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്, അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത്. അലോട്ടഡ് സ്കൂളൊക്കെ ഞാൻ അവിടുന്ന് വായിച്ചിട്ടുണ്ട്. അലോട്ടഡ് കോഴ്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി എന്ന് പറയുന്ന ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ് കുട്ടി ആഗ്രഹിച്ചതും കുട്ടിക്ക് കിട്ടിയിരിക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ നമ്പർ 1 കിട്ടിയിരിക്കുന്നത്. ഈ കുട്ടി ഓപ്ഷൻ നമ്പർ 1 കിട്ടിയത് കൊണ്ട് എന്നതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ വരുന്ന 2-3 ദിവസം കൊണ്ട് 15, 16, 17 തീയതിക്കുള്ളിൽ നിർബന്ധമായിട്ടും കുട്ടി ഈ കിട്ടിയ സ്കൂളിൽ പോയി സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. ആ സ്ഥിരപ്രവേശനം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം അലോട്ട്മെന്റ് ലെറ്ററാണ്. ഈ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് എടുത്തിട്ട്, ഈ പ്രിന്റ് അല്ല വേണ്ടത്, ഇതിന്റെ ഇപ്പൊ ഞാൻ കാണിക്കുന്ന പേജിന്റെ പ്രിന്റ് അല്ല വേണ്ടത്. അടുത്ത പേജിൽ നമുക്ക് അലോട്ട്മെന്റ് ലെറ്റർ കാണാം. ആ അലോട്ട്മെന്റ് ലെറ്റർ 2 പേജുണ്ട്. ആ 2 പേജിന്റെയും പ്രിന്റ് ഔട്ട് നമ്മൾ എടുക്കണം. കാര്യങ്ങൾ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യം പറയുമ്പോൾ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ എന്തുണ്ട്? യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ഫോർ യുവർ ഓപ്ഷൻ നമ്പർ 1 എന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. താഴെ സ്കൂൾ ഏതാണ് കാണിച്ചിരിക്കുന്നു. അതിനുശേഷം താഴെ അലോട്ടഡ് കോഴ്സ് ഏതാണ് എന്നും കാണിച്ചിരിക്കുന്നു. കോഴ്സും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി നോക്കേണ്ടത് അടുത്ത പേജിലേക്ക് നമ്മൾ പോകണം. ആ പോകുമ്പോൾ ഈ പേജിൽ മുകളിൽ നമ്മൾ കാണുന്നുണ്ട് വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ എന്ന് കാണുന്നുണ്ട്. വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ. ഈ പേജിന്റെ പ്രിന്റ് ഔട്ട് അല്ല നമുക്ക് വേണ്ടത്. അലോട്ട്മെന്റ് ലെറ്ററിന്റെ
പേജ് വരുന്ന പ്രിന്റ് ഔട്ട് ഇതവിടെ കണ്ടല്ലോ. വ്യൂ അലോട്ട്മെന്റ് ലെറ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത പേജ് കാണാം. ഇതാണ് എന്ത് അലോട്ട്മെന്റ് ലെറ്റർ. ഈ അലോട്ട്മെന്റ് ലെറ്ററിൽ നോക്കുക എന്തൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം എന്നുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ പ്രവേശനം നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ക്വാളിഫയിങ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് അത് കൊണ്ടുപോകണം. ഇത് പൂരിപ്പിക്കുകയും വേണം. ഈ പേജ് പൂരിപ്പിക്കണം, സാധനങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ അതിൽ ക്വാളിഫയിങ് എക്സാമിനേഷന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് SLC എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് SLC ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അതിന്റെ പ്രിന്റ് ഔട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ പുതിയ പ്രിന്റ് ഔട്ട് വന്നിട്ടുണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതെടുക്കണം, പ്രിന്റ് ഔട്ട് എടുക്കണം. പിന്നെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നു അടുത്തത് TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ വേണം, TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും വേണം. അതിൽ TC നമ്പറും ഡേറ്റ് ഓഫ് TC ഒക്കെ ചോദിക്കുന്നുണ്ട്. ആ കോളം ഫില്ല് ചെയ്യുകയും വേണം. അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് കേരളത്തിൽ പഠിച്ച കുട്ടികൾക്ക് ബാധകമല്ല. കേരള ബോർഡിലല്ലാതെ SLC അല്ലാതെ പഠിച്ച, പുറത്തു പഠിച്ച മറ്റ് CBSE ICSE കുട്ടികൾക്കാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടത്. അത് വേണം. അടുത്തത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആണ് ഫോർ അതർ സ്കീംസ്. എന്ന് പറഞ്ഞാൽ തുല്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ CBSEയിൽ 10ാം ക്ലാസ് പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പഠിച്ച CBSE എന്ന് പറയുന്നത് SLCക്ക് തുല്യമാണ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. മറ്റ് സ്കീം SLC അല്ലാത്ത സ്കീമിലൊക്കെ പരീക്ഷ എഴുതിയവര് എന്ത് വേണം? ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഇക്വാലൻസി സർട്ടിഫിക്കറ്റും തുല്യതാ സർട്ടിഫിക്കറ്റും അതിന് തുല്യമാണ് ഇതെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതും ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ SLCക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഇക്വലൻസി സർട്ടിഫിക്കറ്റും ബാധകമല്ല. ഇനി അഞ്ചാമത്തത് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. ആൻഡ് ദ സെയിം ഫോട്ടോഗ്രാഫ് ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് പെർമനന്റ് അഡ്മിഷൻ. നിങ്ങൾ സ്ഥിരമായിട്ടുള്ള പ്രവേശനമാണ് നേടുന്നതെങ്കിൽ എന്ത് വേണം? കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇൻ ഡിജിറ്റൽ ഫോർമാറ്റിൽ അത് നിങ്ങൾക്ക് ഡിജിറ്റൽ ഫോർമാറ്റിൽ സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ അതിൽ ചെയ്തു തരും. അങ്ങനെയുള്ള കളർ ഫോട്ടോ കോപ്പി. അപ്പോൾ അത് നിങ്ങൾ താൽക്കാലിക പ്രവേശനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പം കൊടുക്കണമെന്നില്ല. അത് പ്രത്യേകം പറയുന്നുണ്ട്, പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് പെർമനന്റ് അഡ്മിഷൻ. സ്ഥിര പ്രവേശനം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊരു കളർ ഫോട്ടോഗ്രാഫ് കൂടി കൊണ്ടുപോകണം. ഇനി അത് ഏത് തരത്തിലുള്ളതെന്ന് അവർക്ക് മനസ്സിലാവും, സ്റ്റുഡിയോക്കാർക്ക് അറിയാം, അവര് റെഡിയാക്കി തരും. ഇനി വെദർ അറ്റാച്ച്ഡ് ആധാർ നമ്പർ ഒരു കോപ്പിയും നിങ്ങൾ വെച്ചേക്കുക. ആധാർ നമ്പർ എഴുതാൻ സ്ഥലമുണ്ട് ഇവിടെ. നിങ്ങൾ അതിനോട് കൂടി ഒരു ആധാറിന്റെ കോപ്പിയും വെക്കുക, ഫോട്ടോ കോപ്പി. ഇനി അതർ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ അഡ്മിഷൻ, അത് താഴെ പറയുന്നുണ്ട്. നിങ്ങൾ താഴെ പറയുന്ന ഏതെല്ലാം സർട്ടിഫിക്കറ്റ്, ഓരോ കുട്ടിക്കും വ്യത്യാസമുണ്ട്. താഴെ പറയുന്ന ഏതെല്ലാം സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിനോടൊപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണമെന്ന് ഓരോ കുട്ടിയുടെയും അലോട്ട്മെന്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കുട്ടിയുടെ പോലെയല്ല മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവുക. നിങ്ങൾ എന്തൊക്കെ അപേക്ഷയിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടോ ആ എല്ലാ സർട്ടിഫിക്കറ്റും ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, ഇന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങൾ എട്ടാമത്തെ ഒരു കോളം കണ്ടിട്ടുണ്ടാവും, സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റഡ്. അപ്പൊ സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് ഏതാണെന്ന് നിങ്ങൾ സ്ഥിരപ്രവേശനം നടത്തുന്നതെങ്കിൽ ഇത് തീരുമാനിക്കണം. അതായത് നിങ്ങൾ ഒരു രണ്ടാം ഭാഷ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം +1 ആകെ 6 പേപ്പറാണ് ഉള്ളത്. 6 പേപ്പറിൽ 4 പേപ്പർ സബ്ജക്റ്റും പിന്നെ ഒരു ഇംഗ്ലീഷും പിന്നെ ഒരു ലാംഗ്വേജുമാണ്, ഒരു സെക്കൻഡ് ലാംഗ്വേജാണ് രണ്ടാം ഭാഷ. ആ രണ്ടാം ഭാഷ മലയാളമാവാം, അറബിക്കാവാം, ഹിന്ദി ആവാം, സംസ്കൃതമാവാം, പിന്നെ ഉറുദു ആവാം, മറ്റു കുറേ ഭാഷകളുണ്ട്. പക്ഷെ നമ്മൾ ഇത് ഇഷ്ടമുള്ളത് പഠിക്കാൻ കഴിയണമെന്നില്ല. ഈ സ്കൂളിൽ നമ്മൾ ചേരുന്ന സ്കൂളിൽ ഏതാണോ സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളത്, എല്ലായിടത്തും എല്ലാം ഇല്ല. ചിലയിടത്ത് സംസ്കൃതം ഉണ്ടാവില്ല, ചിലയിടത്ത് ഉറുദു ഉണ്ടാവില്ല, ചിലയിടത്ത് ഹിന്ദി ഉണ്ടാവില്ല. അപ്പൊ ഏതാണോ നമ്മൾ ചേരാൻ ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിൽ ഉണ്ടാവണം. ആ സ്കൂളിലുള്ള ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം.
നിങ്ങൾ മലയാളമാണ് 10ാം ക്ലാസ്സിൽ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അതാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ സിഗ്നേച്ചർ ഓഫ് ദ സ്റ്റുഡൻറ്റ്, സിഗ്നേച്ചർ ഓഫ് ദ പേരൻറ്റ്, ഇത്രയും ഇട്ടിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ താഴെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഫീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ കോഷൻ ഡിപ്പോസിറ്റ് പറയുന്നുണ്ട്. ജനറൽ റവന്യൂ ഹെഡ്, ആപ്ലിക്കേഷൻ ഫീ, അഡ്മിഷൻ ഫീ, ലൈബ്രറി ഫീ, കളർ ഫീ എല്ലാം കൂടി 150 രൂപ. പി ഡി അക്കൗണ്ട്, ഓഡിയോ വിഷ്വൽ ഫീ അത് പിന്നെ ഒരു 330. പിന്നെ പി ടി എ ഡൊണേഷൻ 400 രൂപ, പി ടി എ മെമ്പർഷിപ്പ് 100 രൂപ. ഇതിൽ പറയുന്ന ഫീസുകൾ മാത്രം നിങ്ങൾ അടച്ചാൽ മതി. അത് തന്നെ ഈ പി ടി എ ഡൊണേഷൻ നിർബന്ധിച്ച് വാങ്ങാൻ പാടില്ല എന്നാണ്. എന്നാൽ പോലും സ്കൂളിൻ്റെ നല്ല നടപ്പിന് പലപ്പോഴും ഈ പി ടി എ ഡൊണേഷനുകളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫീസും നിങ്ങൾ എപ്പോൾ സ്ഥിരമായി പ്രവേശനം നേടുമ്പോൾ മാത്രം അടയ്ക്കണം. ഇപ്പം നിങ്ങൾ പോയിട്ട് താൽക്കാലിക പ്രവേശനമോ നേടുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഫീസ് മാത്രം അടയ്ക്കേണ്ട, ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റും അവിടെ കൊടുക്കണം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം വേണം. താൽക്കാലിക പ്രവേശനമാണെന്ന് പറഞ്ഞാലും ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ അവകാശപ്പെട്ടിട്ടുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോകണം. മേലെ പറഞ്ഞ SLCയുടെ പ്രിൻ്റ് ഔട്ട്, TC കോണ്ടാക്ട്, അതുപോലെയുള്ള കളർ അതെല്ലാം കൊണ്ടുപോവുകയും വേണം, ആധാറിൻ്റെ കോപ്പി. ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ 2 പ്രിൻ്റ് ഇട്ട്, ഇത് ഒരു പ്രിൻ്റാണ്. ഇതിൻ്റെ താഴെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് വരുന്ന ഒരു പ്രിൻ്റ് കൂടി, ഒരു പേജ് കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 2 പേജുകളുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ 2 എടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാനുള്ള. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പേജിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുക്കണം. ഇതിൻ്റെ താഴെ തൊട്ടടുത്ത പേജ് ഒരു പേജ് ഉണ്ട്, അതിൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കണം. ഇപ്പം 2 പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തു. ഇതാണ് അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഒരു പേജ്, കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ സ്കൂളൊക്കെ കാണിക്കുന്ന ഒരു അലോട്ട്മെൻറ്റ് പേജ് കണ്ട്, ആ പേജ് അല്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഇതാണ്, ഈ കാണുന്നതാണ് അലോട്ട്മെൻറ്റ് ലെറ്റർ. അതെടുക്കണം. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞിരുന്നു SLCയുടെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ SLCയുടെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആ ഒരു കുട്ടി പോലും ജാതി സർട്ടിഫിക്കറ്റോ ഇൻകം സർട്ടിഫിക്കറ്റോ തൽക്കാലം ആവശ്യപ്പെടുന്നില്ല, കൊണ്ടുപോകേണ്ടതില്ല എന്ന്. അപ്പോൾ ജാതി സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും വേണ്ട എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ SLCയുടെ പ്രിൻ്റ് ഔട്ടിൽ അതുണ്ടാവുമെന്നാണ്. എന്നാൽ നേരത്തെ നമ്മൾ റിസൾട്ട് വന്നപ്പോൾ SLCയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തതിൽ അതൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രിൻ്റ് ഔട്ടിൽ റീവാലുവേഷൻ്റെ റിസൾട്ട് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ റീവാലുവേഷൻ്റെ റിസൾട്ട് അടക്കം ഇൻക്ലൂഡ് ചെയ്ത പ്രിൻ്റ് ഔട്ട് അതിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇത് അലോട്ട്മെൻറ്റ് ലെറ്റർ വരെ എടുത്തു, പ്രിൻ്റ് ഔട്ട് എടുത്തു, എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തതിലേക്കാണ് ഞാൻ പോകുന്നത്. ആ പ്രിൻ്റ് ഔട്ട്, അതായത് SLC റിസൾട്ട് പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി നിങ്ങൾ പുതിയതായിട്ട് എടുക്കണം. നോക്കാം. അതിനുവേണ്ടി നമ്മൾ മറ്റൊരു സൈറ്റിലേക്കാണ് കിടക്കുന്നത്. SSLC exam.kerala.gov.in എന്ന സൈറ്റ് നമ്മൾ ടൈപ്പ് ചെയ്തു ഗൂഗിളിൽ. ആ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ iExamൻ്റെ സൈറ്റിലേക്കാണ് നമ്മൾ പോവുക. iExamൻ്റെ സൈറ്റിൽ ഇങ്ങനെ കാണാം. നോക്ക്, SSLC എക്സാമിനേഷൻ മാർച്ച് 2026, SLC റിസൾട്ട് ഇൻക്ലൂഡിംഗ് റീവാലുവേഷൻ ആൻഡ് സ്ക്രൂട്ടിനി, ക്ലിക്ക് ഹിയർ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കൊടുക്കണം? അന്ന് നമ്മൾ കൊടുത്ത, അതായത് സ്കൂൾ കോഡും രജിസ്റ്റർ നമ്പർ, അതിനൊരു പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയായിരുന്നു കൊടുത്തിരുന്നത്? ആ റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ SLC ലേറ്റസ്റ്റ് വലതുഭാഗത്തെ പേജ് നിങ്ങൾ നോക്കണ്ട. SLC എക്സാമിനേഷൻ മാർച്ച് 2026, SLC റിസൾട്ട് ഇൻക്ലൂഡിംഗ് റീവാലുവേഷൻ ആൻഡ് സ്ക്രൂട്ടിനി എന്ന് പറയുന്ന ആദ്യത്തെ ലൈന് തന്നെ അവിടെ ക്ലിക്ക് ഹിയർ എന്ന് കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത പേജ്, iExamൻ്റെ അടുത്ത പേജിലേക്ക് എത്തി. ഈ iExamൻ്റെ പേജിൽ നമ്മൾ ആദ്യം നിങ്ങളുടെ SLC രജിസ്റ്റർ നമ്പർ, മാറിപ്പോരുത്, ഇത് +1 ആപ്ലിക്കേഷൻ അല്ല കേട്ടോ, SLCയുടെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ദിവസം _ മാസം _ വർഷം,
ഇങ്ങനെ തന്നെ 01 04 1911 സോറി 2011 ഈ രീതിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യണം. ഹൈഫൻ ഇട്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വ്യൂ റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. വ്യൂ റിസൾട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റിസൾട്ടാണ് കിട്ടുക. ഇതാണ് യഥാർത്ഥ ഇപ്പോൾ നമ്മളിത് നോക്ക്. മുകളിൽ SLC എക്സാമിനേഷൻ മാർച്ച് 2026 റിസൾട്ട്, രജിസ്റ്റർ നമ്പർ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മറിച്ചതാണ്. രജിസ്റ്റർ നമ്പർ, നെയിം ഓഫ് ഗാർഡിയൻ ഒക്കെ കാണിച്ചു. ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നുണ്ട്, കണ്ടല്ലോ. കാസ്റ്റ് തീയ, കാറ്റഗറി OBC എന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ്, ഈ പ്രിന്റ് ഔട്ടാണ് നിങ്ങൾ SLCയുടെ പ്രിന്റ് ഔട്ടായിട്ട് കൊണ്ടുപോകേണ്ടത്. നേരത്തെ നമ്മൾ SLCയുടെ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ആ പ്രിന്റ് ഔട്ടിൽ നമ്മൾ റീവാലുവേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതിൽ റീവാലുവേഷൻ അടക്കം വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ആ പ്രിന്റ് ഔട്ടിൽ നമുക്ക് കമ്മ്യൂണിറ്റി കാണിച്ചിട്ടില്ല. ആ പ്രിന്റ് ഔട്ടിൽ ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചിട്ടില്ല. ഇതിൽ ഈ പ്രിന്റ് ഔട്ടിൽ രജിസ്റ്റർ നമ്പർ ഉണ്ട്, പേരുണ്ട്, അച്ഛൻ്റെ പേരുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, കണ്ടല്ലോ, കാസ്റ്റ് ഉണ്ട്, കാറ്റഗറി ഉണ്ട്, എല്ലാം ഉള്ള പേജാണ്. അപ്പൊ ഈ പേജ് ഇത് പ്രിന്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് വേണ്ട, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ മറ്റ് ജാതി സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ റിസൾട്ട് പേജ് കൂടി നിങ്ങൾ എടുത്തുകൊണ്ട് വേണം എവിടെ പോകാൻ, ഈ +1 അഡ്മിഷന് പോകാൻ. ഒരിക്കൽ കൂടി, ഈ റിസൾട്ട്, ഈ പേജ് എന്ന് പറയുന്നത് നമ്മൾ SLC റിസൾട്ട് അറിഞ്ഞപ്പോൾ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്രേഡുകൾ ഉള്ളത്. അതുപോലെ അതിൽ പല കാര്യങ്ങളും ഇല്ല, റിസൾട്ട് മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ എന്നാൽ അതിൽ പുതിയ പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. sslcexam.kerala.gov.in എന്ന് പറയുന്ന iExamന്റെ സൈറ്റിലേക്ക് നമ്മൾ എത്തും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ iExamന്റെ സൈറ്റിൽ ഇങ്ങനെ ഒരു പേജ് വരും. ആ പേജിൽ ഞാൻ റൗണ്ട് ചെയ്ത ഭാഗത്ത് ക്ലിക്ക് ഹിയർ എന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് iExamന്റെ ഇങ്ങനത്തെ ഒരു പേജ് വരും. അവിടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വ്യൂ റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജ് കിട്ടും. ഇതാണ് SSLCയുടെ ഗ്രേഡും കമ്മ്യൂണിറ്റിയും പേരും രജിസ്റ്റർ നമ്പറും കാറ്റഗറിയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രിന്റ് ഔട്ടാണ് നിങ്ങൾ എടുത്തു കൊണ്ടുപോകേണ്ടത്. ഓക്കെ, എല്ലാം ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്ററിലുള്ളത് ഞാൻ കാണിച്ചു തന്നു. അവിടെ എത്ര രൂപ ഫീസ് കൊണ്ടുപോകണമെന്ന് അലോട്ട്മെന്റ് ലെറ്ററിൽ തരംതിരിച്ചുണ്ട്. ടോട്ടൽ അത് നിങ്ങൾ ആ ഫീസ് നിങ്ങൾ ടോട്ടൽ ചെയ്ത് നോക്കണം. തരംതിരിച്ചു പറഞ്ഞിട്ടുണ്ട്, ഓരോന്ന് കാറ്റഗറി, ഏത് വിഭാഗത്തിന് ഇത്ര, ഇതിനിത്ര എന്ന്. PTA ഡൊണേഷൻ ഇത്ര, PTA മെമ്പർഷിപ്പ് 100 രൂപ, PTA ഡൊണേഷൻ 400 രൂപ, ആ രീതിയിൽ അതെല്ലാം കൂട്ടിയെടുത്തിട്ട് നിങ്ങൾ പോകണം. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതിന് വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത് കളർ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഡിജിറ്റൽ ഫോർമാറ്റിൽ കൊണ്ടുപോകണം. അപ്പോൾ അത് താൽക്കാലിക പ്രവേശനത്തിനാണ് പോകുന്നെങ്കിൽ നിങ്ങൾ അതിപ്പം വേണമെന്നില്ല. അത് നിങ്ങൾ സ്ഥിര പ്രവേശനം എപ്പോഴാണോ നേടുന്നത് ആ സമയത്ത് മതി. ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ, ഈ 2-3 ദിവസം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ തിങ്കളാഴ്ച തന്നെ, നാളെ തന്നെ ഇതെടുത്ത് ഓടണമെന്നില്ല. കാരണം നാളെ ഇത്തിരി തിരക്ക് കൂടുതലായിരിക്കും. നാളെ രാവിലെ തിരക്കായിരിക്കും. അപ്പോൾ ഉച്ച കഴിഞ്ഞ് പോകാം, അല്ലെങ്കിൽ ചൊവ്വാഴ്ച പോകാം. നമ്മളിപ്പോൾ പൊതുവെ കുട്ടികളെ സംബന്ധിച്ച് അവിടെ കൊണ്ട് ഒന്ന് താൽക്കാലിക പ്രവേശനം രക്ഷിതാക്കൾക്കോ അങ്ങനെയാണ്. ആ ടെൻഷൻ ഒഴിവാകണമെങ്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും പോയിട്ടൊരു താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടിയാലേ എല്ലാവർക്കും. അതുകൊണ്ടാണ്. എന്നാലും ഞാൻ പറയാണ്, രാവിലെ പോകുമ്പോൾ കുറേ തിരക്ക് കൂടുതലായിരിക്കും. വേണമെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കോ ഉച്ച കഴിഞ്ഞിട്ടോ ഒരു സ്ഥിരമായിട്ട് അവിടെ ആൾക്കാർ ഉണ്ടാവും. അപ്പം ആ രീതിയിൽ ചെയ്യാം. എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം.